ഹായ് ഫ്രണ്ട്സ്, സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റിയായ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഗ്രിൽഡ് ചിക്കനെ നമുക്ക് എങ്ങനെ മസാല ചിക്കനാക്കി മാറ്റാം എന്നുള്ളതാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നാമതായിട്ട് 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് വളരെ കനം കുറഞ്ഞ് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, ജെർജിൻ ലീഫ്, അതുപോലെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ RSൻ്റെ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം നമുക്ക് പെപ്പർ പൗഡർ കൂടെ വേണം. അടുത്തായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പീസ് ചെയ്തെടുക്കണം. 4-5 പീസാക്കി നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ വേണേൽ ചെറുതാക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 പീസാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഇതുവരെ സിന്ധൂസ് ഫുഡ് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്ഡേറ്റായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഞാനിവിടെ ഗ്രിൽഡ് ചിക്കനെ 5 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസും 4 വലിയ പീസുമാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ പീസോ വലിയ പീസോ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല ചിക്കനാക്കി റെഡിയാക്കി എടുക്കാം. മസാല ചിക്കൻ റെഡിയാക്കാൻ ഞാനിവിടെ ഒരു തവ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കി കൊടുത്തു. തവ ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരല്പം ഒന്ന് ഒലിവ് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, നമ്മൾ പിന്നീടാണ് ഓയിൽ ചേർക്കേണ്ടത്. ഇപ്പോൾ ഒരല്പം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എണ്ണ എല്ലായിടത്തും വരത്തക്ക പോലെ ഒന്ന് തവയൊന്ന് കറക്കി കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ പീസ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിവിടെ കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ച് സവാള ഇതിലേക്ക് ഇങ്ങനെ വെതറി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലെയിം വളരെ ലോയിലായിരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. ചിക്കൻ പീസസ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് ഉള്ളിയെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ എരിവിനനുസരിച്ച് 3-4 പച്ചമുളക് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കറക്റ്റ് ഒരു അളവാണ്. കുറച്ചൊന്ന് സ്പൈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രിൽഡ് ചിക്കനിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് സവാളയ്ക്കും പച്ചമുളകിനും എല്ലാം കൂടി ആവശ്യമുള്ളത്രയും മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ തന്നെ നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ഇളക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് ശേഷം നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ സവാളയൊക്കെ ഇവിടെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പെതുക്കെ ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും സവാളയും പച്ചമുളകും പെപ്പർ പൗഡറും ഉപ്പും എല്ലാ ഭാഗത്തും കൂടെ നന്നായി വരത്തക്ക പോലെ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. അങ്ങനെ ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ചിക്കനിലേക്കും ഉള്ളിയിലേക്കും എല്ലായിടത്തും നല്ലപോലെ വരത്തക്ക പോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ സവാളയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെക്കാം. 5 മിനിറ്റ് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഒലിവ് ഓയിലും സവാളയും പച്ചമുളകും എല്ലാം കൂടി ചിക്കനോട് ചേർന്ന് നല്ലതായി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഓയിലിൽ കിടന്നാണ് എല്ലാം നന്നായിട്ട് മസാല റെഡിയായി വരുന്നത്. എല്ലാം കൂടി നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ജെർജിൻ ലീഫ് ഇതിൻ്റെ മുകളിലായി നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം. ഈ ലീഫ് ഇതിൻ്റെ കൂടെ വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലീഫെല്ലാം ഇങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ലീഫിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. അടുത്തായിട്ട് വീണ്ടും നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 മിനിറ്റ് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ മസാല ചിക്കനായി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇലയൊക്കെ ആവിയിലിരുന്ന് നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി നേരമൊന്നും വേണ്ട, 5 മിനിറ്റ് മാത്രം മതിയാകും.
നമുക്കിനി എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിലും ആ ഇലയും ചിക്കനും എല്ലാം കൂടി നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ഈസിയായ മസാല ചിക്കൻ, ഗ്രിൽഡ് ചിക്കനെ നമ്മൾ മസാല ചിക്കൻ ആക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് കൂടെ നിന്നുകൊണ്ട് തന്നെ കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ തുറന്ന് വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മസാല ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തി, നാൻ, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.